എന്നോട് പറഞ്ഞു 4 കോർപ്പറേഷൻ ഉറപ്പാന്ന് കിട്ടിയോ? 4 കോർപ്പറേഷൻ 7 ജില്ലാ പഞ്ചായത്ത് ഉറപ്പാണ്, ചിലപ്പോൾ 8, 9 കിട്ടുമെന്ന് പറഞ്ഞു. ശരിയാണ്. 8ാമത്തത് കാസർഗോഡ് 1 സീറ്റിന് പോയി, 9ാമത്തെ തിരുവനന്തപുരം 2 സീറ്റിന് പോയി. 55% ഗ്രാമപഞ്ചായത്ത് കിട്ടുമെന്ന് പറയും, 59 കിട്ടി. 60% മുനിസിപ്പാലിറ്റി കിട്ടുമെന്ന് പറയും, 64 കിട്ടി. അതൊക്കെ ഒന്ന് എടുത്ത് നോക്ക്. അതുപോലെ തന്നെയാണ് പറയുന്നത് 100 കൂടുതൽ സീറ്റുണ്ട്. നമസ്കാരം. മൂവരിൽ ആരാണ് മുഖ്യൻ എന്നുള്ളതിനടുത്താണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുന്നത്. UDF ശക്തമായ ഭൂരിപക്ഷം ലഭിച്ചിരിക്കുന്ന കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ്. ആ ഒരു സാഹചര്യത്തിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ചർച്ച ഇപ്പം നടക്കുന്നത്. 1 VD സതീശനും, 2 രമേശ് ചെന്നിത്തലയും, 3 KC വേണുഗോപാലും. ഇതിൽ പലരും പൊതുസമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നിലവിലുള്ള പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ഇലക്ഷനെ വിജയിപ്പിച്ച ടീം ലീഡർ എന്നൊക്കെ അവകാശപ്പെടുന്ന ശ്രീ VD സതീശനെ പലരും ഉയർത്തി കാണിക്കുന്നുണ്ട് എങ്കിൽ പോലും മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തെ നയിക്കാൻ ഏറ്റവും നല്ലത് KC വേണുഗോപാൽ തന്നെയാണ് എന്ന് തന്നെയാണ് നമുക്കിവിടെ പറഞ്ഞു വെക്കാനായിട്ടുള്ളത്. ഒരു അഭിപ്രായം നമുക്കിപ്പോൾ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം ഇതെല്ലാം തീരുമാനിക്കുന്നത് കോൺഗ്രസിൻ്റെ ഉന്നത നേതൃത്വം ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഒരു അഭിപ്രായം പൊതുസമൂഹത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു അഭിപ്രായം പറയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുന്നതും രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാകുന്നതും VD സതീശൻ ധനകാര്യമന്ത്രിയായി പ്രവർത്തിക്കുന്നതുമാണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കി വന്നിട്ടുള്ള ഒരു കാര്യം. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ VD സതീശനെ സംബന്ധിച്ച് പൊതുജനങ്ങളുടെ ഇടയിൽ സാമാന്യം അഭിപ്രായമുള്ള വ്യക്തി തന്നെയാണ് എങ്കിൽ പോലും കൂടെ ഒരു ഭരണ നേതൃത്വത്തിന് വേണ്ടതായ എല്ലാ ഒരു ക്വാളിറ്റിയും VD സതീശനിൽ ഉണ്ട് എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം അതിനേക്കാൾ അല്പം കൂടെ കൂടി ക്വാളിറ്റി ഉള്ളത് KC വേണുഗോപാലിന് തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. അതായത് പല ഘടകങ്ങളുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരുന്ന സാഹചര്യത്തിൽ പലവിധ കാര്യങ്ങളിൽ ഇടപെട്ട് ആ കാര്യങ്ങൾ വേണ്ട അവധാനതയോടുകൂടി കൈകാര്യം ചെയ്യാനുള്ള പ്രത്യേക കഴിവ് ഉള്ള ഒരു വ്യക്തിയായിരിക്കണം മുഖ്യമന്ത്രി. എങ്കിൽ മാത്രമേ ഭരണം പൊതുസമൂഹത്തിന് വേണ്ട രീതിയിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ ആ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു കഴിവ് ഇവർ 3 പേരിൽ വെച്ച് നോക്കുമ്പോൾ അല്പം കൂടി കൂടുതലുള്ളത് KC വേണുഗോപാലിന് തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായിരിക്കുന്നതാണ് ഏറ്റവും ഈ നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിന് ഏറ്റവും നല്ലത് എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നതിൻ്റെ ഒരു കാര്യം. രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തല. അദ്ദേഹം നല്ല കഴിവുള്ള, നല്ല സീനിയോറിറ്റിയുള്ള, നല്ല ആർജവമുള്ള, ഏതൊരു കാര്യവും നല്ല ആഴത്തിൽ ഇറങ്ങി പഠിച്ച് മനസ്സിലാക്കി അതിൻ്റെ നിയമവശങ്ങളെല്ലാം പൊതുസമൂഹത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ വളരെ കാര്യപ്രാപ്തിയുള്ള ഒരു നേതാവ് തന്നെയാണ് രമേശ് ചെന്നിത്തല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നതാണ് പൊതുവെ നല്ലതെന്നുള്ളതാണ് ഒരു അഭിപ്രായമായിട്ട് തന്നെ ആ കൂട്ടത്തിൽ പറഞ്ഞു വെക്കാനുള്ളത്. കാരണം അദ്ദേഹം ഇതിനു മുമ്പാണെങ്കിലും ആഭ്യന്തരമന്ത്രിയായിട്ട് ഇരുന്നിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ആഭ്യന്തരമൊക്കെ വളരെ നല്ല രീതിയിൽ ആ ഒരു വകുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എന്നുള്ളതൊന്നും നമ്മളിവിടെ എടുത്ത് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. മൂന്നാമത് VD സതീശൻ ധനകാര്യം കൈകാര്യം ചെയ്യട്ടെ എന്നുള്ളതാണ് പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് പറയാനുള്ളത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഈ ടീം UDF ലീഡറായിരുന്നു. തന്നെയുമല്ല അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞു കേൾക്കുന്ന ഒരു വ്യക്തിത്വം കൂടി ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ധനകാര്യമന്ത്രി ആയിരുന്നുകൊണ്ട് ഈ 3 പേരും തന്നെ മന്ത്രിസഭയുടെ മുഖ്യ ആളുകളായിട്ട് നിന്നുകൊണ്ട് ആ ഒരു മന്ത്രിസഭയെ മുന്നോട്ട് നയിക്കുമ്പോൾ മാത്രമാണ് പൊതുവെ വലിയ പ്രശ്നങ്ങളില്ലാതെ ആ മന്ത്രിസഭയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഇങ്ങനെ ഒരു അഭിപ്രായം പറയേണ്ടതായിട്ട് വരുന്നത്. പിന്നെ നമുക്കറിയാം മാത്യു കുഴൽനാടനെ പോലെയൊക്കെയുള്ളവരുടെ സാന്നിധ്യം നമ്മൾ ഏറ്റവും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു യുവ നേതാവ് അല്ലെങ്കിൽ 2ാം നിര നേതാവ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും മാത്യു കുഴൽനാടൻ. അദ്ദേഹമൊക്കെ കഴിഞ്ഞ കാലഘട്ടത്തിൽ അനീതിക്കെതിരെ, അതായത് ഈ കേരളത്തിലെ പൊതുസമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും ശക്തമായിട്ട് രംഗത്ത് ഇറങ്ങി പ്രവർത്തിച്ച ഒരു നേതാവ് കൂടിയാണ് മാത്യു കുഴൽനാടൻ. മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പിണറായിസ്റ്റ് ഭരണകൂടത്തിൻ്റെ കണ്ണിലെ കരടായിരുന്നു മാത്യു കുഴൽനാടൻ. മാത്യു കുഴൽനാടിൻ്റെ ഇലക്ഷൻ അട്ടിമറിക്കുക എന്ന് മാത്രമായിരുന്നില്ല, മാത്യു കുഴൽനാടൻ
വിജയിക്കും എന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ വിജയാഘോഷത്തിനിടയിൽ അക്രമങ്ങൾ നടത്താൻ പോലും കൂടെ പുറത്തുനിന്ന് ആൾക്കാരെ ഇറക്കി ഇവിടെ രംഗത്തേക്ക് കൊണ്ടുവന്നിരുന്നു. എന്നാൽ അതിന് തൊട്ട് മുമ്പ് തന്നെ അവരെയെല്ലാം ഇൻ്റലിജൻസിൻ്റെ അറിവോടുകൂടി തന്നെ പോലീസ് വിഭാഗം അവരെല്ലാം പിടിച്ച് കൂട്ടിലടച്ചു എന്നുള്ളതാണ് നമുക്ക് ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് അറിയാനായിട്ട് കഴിഞ്ഞത്. ഇല്ലായിരുന്നുവെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടൻ്റെ വിജയാഹ്ലാദത്തിനിടയിൽ കയറി പ്രശ്നമുണ്ടാക്കി അത് മറ്റേതെങ്കിലും ഒരു ദിശയിലേക്ക് ആ കാര്യങ്ങൾ തിരിക്കാനായിട്ടുള്ള ചില കുതന്ത്ര ബുദ്ധികളുടെ പ്രവർത്തനം ഇവിടെ അരങ്ങേറിയിരുന്നു എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം. അതിനെപ്പറ്റി കൃത്യമായിട്ടൊക്കെ പോലീസിന് മാത്രമേ അറിയുള്ളൂ. എന്താണെങ്കിലും അതെല്ലാം കഴിഞ്ഞു പോയി, ഇനിയിപ്പോൾ അതൊന്നും നടക്കില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ഇത്രേ ഉള്ളൂ. മാത്യു കുഴൽനാടനെ പോലുള്ള നല്ല കഴിവുറ്റ നേതാക്കന്മാർ ഏതായാലും ഭരണരംഗത്ത് ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയുള്ള ആൾക്കാരിൽ അവരൊക്കെ ഉൾപ്പെടുന്ന നല്ലൊരു ടീമായിട്ട് ഇനി അടുത്ത സർക്കാർ മുന്നോട്ട് വരണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ കഴിഞ്ഞു പോയ നമ്മുടെ ഈ 10 വർഷക്കാലം അല്ലെങ്കിൽ ഇരുണ്ട കാലഘട്ടം, ഏറ്റവും എടുത്തു പറയുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷം, 10 വർഷത്തിൽ കഴിഞ്ഞ 5 വർഷമാണ് ശരിക്കും പറഞ്ഞ കേരള ചരിത്രത്തിൻ്റെ ഏറ്റവും ഇരുണ്ട കാലഘട്ടം എന്ന് പറയുന്നത്. ആ ഇരുളിമ മാറ്റിക്കൊണ്ട് അല്പം കൂടി പ്രകാശം പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട്, പൊതുസമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ട് നൽകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വരുന്ന സർക്കാരുകൾ ഇനി ഈ തൊഴുത്തിക്കുത്ത് അല്ലെങ്കിൽ കുതികാൽ വെട്ട് അത്തരം പരിപാടികളിൽ നിന്നും മാറി നിന്നുകൊണ്ട് പൊതുസമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ട് വളരെ ശക്തമായിട്ടും വളരെ നല്ല രീതിയിൽ ഭരിക്കണം എന്നുണ്ടെങ്കിൽ കേരളത്തെ നയിക്കാൻ KC വേണുഗോപാൽ, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല ആഭ്യന്തരവും, VD സതീശൻ ധനകാര്യവും, മാത്യു കുഴൽനാടൻ, ചാണ്ടി ഉമ്മൻ, അതുപോലെയൊക്കെയുള്ള നല്ല കറതീർന്ന നേതാക്കന്മാർ പൊതുസമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും മറ്റ് ഘടകകക്ഷികളും ഓരോരുത്തരുടെയും പ്രത്യേകിച്ച് പേരെടുത്ത് പറയേണ്ട കാര്യമില്ല. ഇവരുടെയൊക്കെ വളരെ നല്ല ഒരു രീതിയിലുള്ള ആത്മാർത്ഥമായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് കൂടി മാത്രമേ നമുക്ക് കേരള സമൂഹത്തെ നല്ലൊരു രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ പൊതുവായിട്ട് ഞങ്ങളുടെ ഒരു അഭിപ്രായം ഞങ്ങൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. നന്ദി.